അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ യുദ്ധമുഖത്തെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് തന്നെയാണ് അല്ലേ? അതെ. യെസ്. കൊട്ടിക്കലാശം നേരിട്ട് കണ്ട 24 അവതാരകരും റിപ്പോർട്ടേഴ്സും തത്സമയം നമ്മളിപ്പം ചേരുകയാണ്. ആദ്യം ആറ്റിങ്ങിൽ തുടങ്ങാം. അനുജ രാജേഷ് തയ്യാറായി നിൽപ്പുണ്ട് ആറ്റിങ്ങിൽ. അനുജ, ഒരു എന്താ പറയാ, ഒരു മഹോത്സവത്തിന് സമാനമായ ഒരു കൊട്ടിക്കലാശം പറയാം. ആറ്റിങ്ങലൊക്കെ വലിയ ക്രൗഡായിരുന്നു, വലിയ ജനാരവമായിരുന്നു ആറ്റിങ്ങലൊക്കെ നമ്മൾ കണ്ടു. വിജയ്, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3 മണിയാക്കി ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഓളങ്ങ് കിട്ടിയില്ല. കാരണം നമ്മൾ രണ്ടുപേരും ലൈവ് നിൽക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ പിന്നീടുള്ള ഒരു 3 മണിക്കൂർ കണ്ടത് എന്താണ്? 4 മണി തൊട്ട് അങ്ങോട്ട് കൊട്ടി കയറുമായിരുന്നു, രക്ഷയില്ല. അപ്പൊ അനുജ, എന്തായിരുന്നു ആറ്റിങ്ങലിലെ കൊട്ടിക്കലാശ കാഴ്ചകൾ? ഒപ്പം എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് കൊട്ടിക്കലാശത്തോടെ മുന്നണികൾ എത്തിയിരിക്കുന്നത്? ഗുഡ് ഈവനിങ് വിജയകുമാർ ആൻഡ് പ്രിജൻ. ഞാനും നേരത്തെ ഒരു 3 മണിക്കൊക്കെ മുൻപായിട്ട് ആറ്റിങ്ങലിലെ കച്ചേരി നട, അവിടെയാണ് കൊട്ടിക്കലാശം നടന്നത്, അവിടെ എത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ വലിയ ആവേശമൊന്നും കണ്ടില്ല, ആളുകളെ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് നിരാശ തോന്നി. കാരണം അതിനോടകം തന്നെ 3 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ ചിലയിടങ്ങളിലൊക്കെ വലിയ ആവേശമാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ ലൈവായിട്ട് നൽകിയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്താണ് ആറ്റിങ്ങൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന്. പക്ഷെ അതിനുശേഷം പിന്നെ കണ്ട കാഴ്ച 4 മണിയൊക്കെ ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് മുതൽ അങ്ങോട്ടേക്ക് ഒരു ജനാരവം എന്ന തരത്തിലേക്കാണ് അങ്ങോട്ടേക്ക് ആളുകൾ ഇരച്ചെത്തുന്നത്. അണികൾ ഒക്കെ പലതരത്തിൽ വാഹനങ്ങളിൽ എത്തുന്നു, വർണ്ണ ബലൂണുകൾ പറപ്പിക്കുന്നു, കൂടാതെ വർണ്ണക്കടലാസുകൾ ആകാശത്തേക്ക് സ്പ്രേ ചെയ്ത് വിടുന്നു. അങ്ങനെ 3 പാർട്ടികളുടെയും കൊടികൾ ഇതൊക്കെ കൊണ്ട് അവിടെ നിറഞ്ഞു. നമുക്കൊന്ന് സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നു അവിടെ ജനനിബിഡമായി മാറി കച്ചേരിനട ജംഗ്ഷൻ എന്നതാണ്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിപ്പോ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവർ 5 മണിയോടെയാണ് എത്തിയതും. വി ജോയും മുരളീധരനും, ഈ 2 സ്ഥാനാർത്ഥികളാണ്. അടൂർ പ്രകാശ് കൊട്ടിക്കലാശത്തിന് എത്തിയില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിൽ 2 മുന്നണികൾ ഇന്നിപ്പോ കൊട്ടിക്കലാശത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എന്നതാണ്. അത് LDFും അതുപോലെ NDAയുമാണ്. കോൺഗ്രസിന്റേത് അത്ര കണ്ട് നമുക്ക് അങ്ങനെ ഒരു ആവേശം പ്രകടമാകുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്നില്ല ആറ്റിങ്ങലിൽ നിന്നാണ്. കാരണം അവരുടെ കൊടികളും അല്ലെങ്കിൽ അണികളും ഒക്കെ അത്രയ്ക്കൊരു രീതിയിൽ നമ്മൾ കണ്ടില്ല. മറ്റു 2 പേരും ക്രെയിനിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഉയർത്തി വിടുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആ മിനിറ്റുകളിൽ നമുക്ക് വി ജോയോട് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിൽ കയറി നിന്ന് സംസാരിച്ചു, ആ കൊട്ടിക്കലാശം നടക്കുന്ന ആ വെന്യൂവിൽ തന്നെ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ അണികളുടെ ആവേശം കണ്ടാൽ മനസ്സിലാകും എന്താണ് ആറ്റിങ്ങൽ സംഭവിക്കാൻ പോകുന്നത് എന്നത്. ഒരിക്കൽ കൂടി പിടിച്ചടക്കും ആറ്റിങ്ങൽ എന്ന ചെങ്കോട്ട എന്ന് അദ്ദേഹം പറയുന്നു. ഈ കള്ളവോട്ട് ആരോപണം ഇന്നിപ്പോൾ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു രാവിലെ. അദ്ദേഹം ഈ കള്ളവോട്ട്, ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം അവിടെ ആവർത്തിക്കുന്ന നമ്മൾ കേട്ടു. 1,60,000-ലേറെ കള്ളവോട്ടുകൾ എന്ന കണക്ക് അദ്ദേഹം വീണ്ടും പറയുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവകമായല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്, കമ്മീഷൻ നൽകിയ കണക്ക് തെറ്റാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. നീതിപൂർവകമായി വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ, പക്ഷെ ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതേക്കുറിച്ച് ഞാൻ വി ജോയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് മുൻകൂർ ജാമ്യം എടുക്കലാണ്, ഒരു കള്ള വോട്ടും എങ്ങുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ ആ തരത്തിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ 3 പേരിലും കാണാൻ കഴിയുന്നുണ്ട്. കച്ചേരിനട ജംഗ്ഷൻ എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനാണ്. ഇന്ദിരാഗാന്ധിയും ജ്യോതി ബസുവും BT രണദിവയും ഒക്കെ മുൻപ് വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പറയുന്ന കച്ചേരി നടയിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത് വലിയ ഒരു ആവേശത്തിന്റെ ഒരു പരിസമാപ്തിയാണ്, കൊട്ടിക്കലാശമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ കുട ചൂടി നിൽക്കുന്നല്ലോ അവിടെ, അപ്പം മഴയാണോ? പുറകിലൊക്കെ നല്ല വെള്ളവും കാണുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മഴ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയതാണ്. അത് കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ഈ കൊട്ടിക്കലാശമൊക്കെ അലങ്കോലപ്പെട്ടു പോയേനെ. എന്നാൽ അതൊന്നും അലങ്കോലമാകാതെ ഈ കൊടും ചൂടിൽ നടത്തിയ ഇത്രയും ദിവസം, ഏതാണ്ട് 1.5 മാസത്തോളം നടത്തിയ പ്രചാരണം, അതിൽ ഒരു കുളിർമഴയായിട്ട് ഇപ്പോൾ മഴ എത്തിയെന്നാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി. കൃത്യം 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും അവിടെ വിട്ടുപോയി. വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നടത്തിയ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടത്. അതിൽ ആശയപരമായുള്ള ഏറ്റുമുട്ടൽ, അതല്ലാതെ ഒരു തരത്തിലും അവിടെ ഒരു സംഘർഷമോ സംഘട്ടനമോ ഒന്നും ഉണ്ടായില്ല. ഏറ്റവും എന്തായാലും ആറ്റിങ്ങലിൽ അവിടെ ഈ കലാശക്കൊട്ടിലും പങ്കെടുത്തു, കഴിഞ്ഞ ദിവസത്തെ പ്രചാരണത്തിലും ഒക്കെ ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ നല്ല മഴയും അറിഞ്ഞു അല്ലേ? എറണാകുളത്താണെങ്കിൽ, കൊച്ചിയിൽ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ ചൊട്ടുപൊള്ളുകയാണ്, നല്ല ഒട്ടും മഴയില്ല, കടുത്ത ചൂടാണ്. അപ്പോൾ ഒരു കുളിർമയോടുകൂടി തിരികെ വരാം അല്ലേ?